അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ളവർ എന്താ സൗന്ദര്യ മത്സരത്തിന് പോകാത്ത? അതിന് അത്യാവശ്യം സൗന്ദര്യം നിറമൊക്കെ ഉണ്ട്. തീരെ കറുത്ത കുട്ടികൾക്ക് വല്ലൊരു സൗന്ദര്യ മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അത് പെൺകുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല. ആൺകുട്ടികളാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ കുറച്ച് സൗന്ദര്യം വേണം തന്നെയാണ് മോഹിനിയാട്ടത്തിന്. അവർക്ക് കറുത്ത പയ്യൻ കളിച്ചാലും പെണ്ണ് കളിച്ചാലും അവർക്ക് വിരോധമില്ലെങ്കിൽ അവർ കൊണ്ടുനടന്നോട്ടെ. ഞാൻ എന്റെ അഭിപ്രായമല്ലേ പറഞ്ഞേ. നിറവ്യത്യാസത്തെ കുറിച്ച് നമ്മൾ ഇടയ്ക്കൊക്കെ സംസാരിക്കാറുണ്ട്. നിറങ്ങൾ ഒരുപക്ഷെ ജാതിയല്ലാത്ത നിറവ്യത്യാസം, ജാതിയുടെ നിറവ്യത്യാസങ്ങളുണ്ട്. ഇത് രണ്ടും സെപ്പറേറ്റ് കാണണോ അതേ ഒരുമിച്ച് കാണണോ? നമ്മൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ആ കാര്യം. എൻ്റെ പെർസ്പെക്റ്റീവ് അല്ല പലർക്കും ഉണ്ടാവും ആ കാര്യത്തിൽ. കളർ ഡിസ്ക്രിമിനേഷൻ ഭയങ്കരമായിട്ട് നിലനിൽക്കുന്ന ഒരു സാധനമാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ. എല്ലാവർക്കും നേരിടുന്നുണ്ട്. എല്ലാവർക്കും അതിനകത്ത് ജാതി ഇല്ലാതെ തന്നെ അതിനകത്ത് എല്ലാവരും നേരിടുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതിനെക്കുറിച്ച് വേറെ വലിയ കമന്റുകളൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് ഈ മറ്റേ 4MA 5MA ഉള്ള ആൾക്കാരൊക്കെ വേറെ സ്ഥലങ്ങളിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഞാൻ തെരുവിൻ്റെ മോൻ, പാട്ടിലൂടെ സംസാരിക്കാമത്. ഈ കലയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കലയുടെ ഷേപ്പിനെതിരായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഷേപ്പ്ലെസ് ആയിരിക്കണം, ഇല്ലെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു വാർപ്പ് മാതൃകയൊന്നുമില്ല, ഒരു ഷേപ്പ്ലെസ് ആണ്. അതൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ്. ചില ശുദ്ധിവാദക്കാരുടെ വാദങ്ങൾക്ക് എതിരാണ്. കല എന്ന് പറഞ്ഞാൽ ഇന്നതായിരിക്കണം എന്നുള്ളിടത്ത് നിന്നാണ്, ലൈക്ക് അങ്ങനെയാണ് എല്ലാവരും വിചാരിക്കുക. ഇതാണ് ആർട്ട്, ഇന്നതാണ് ആർട്ട്. ഞാൻ ആർട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. അവൻ കൂലിപ്പണിക്കാരനാ, കൈ കിരീനണ്ടില്ലേ, പേന പിടിക്കണ കൈയല്ല അത്. ഞാൻ കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ എനിക്കറിയുന്ന ആർട്ടാണ് എനിക്കറിയുന്ന വഴിയിലൂടെ ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ആൾക്കാരെ അത് അംഗീകരിക്കുന്നുണ്ട്. ഓ, കലാകാരനാണ് വേണമെന്നുള്ള ആൾക്കാരെ അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ കലാകാരനല്ല, ഞാൻ കല പഠിച്ചിട്ടില്ല. അപ്പോൾ കലയ്ക്ക് അങ്ങനെ ഷേപ്പൊന്നുമില്ല. കല ഷേപ്പ്ലെസ് ആണ്, വെള്ളം പോലെയാണ് കല. കലയ്ക്ക് അങ്ങനെ ഷേപ്പൊന്നുമില്ല. കലയ്ക്കൊരു ഷേപ്പുണ്ട്, എല്ലാത്തിനും ഒരു ഷേപ്പും വിശുദ്ധിയൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടെന്നാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്. ഈ വിശുദ്ധി ഉണ്ട് എന്ന് പറയുന്ന സാധനത്തിനെ ആദ്യം തല്ലി പൊട്ടിക്കണം. അങ്ങനെ ഒന്നിനും ഒരു വിശുദ്ധിയും ഒന്നിനും ഒരു ഷേപ്പും അങ്ങനെയൊന്നുമില്ല കലയ്ക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ കലയ്ക്കൊരു ഷേപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ആസ് ആൻ ആർട്ടിസ്റ്റ് ഞാൻ വളരില്ലായിരുന്നു. ഞാൻ ഇപ്പോഴും അത്ര വളർച്ചയുള്ള ആർട്ടിസ്റ്റ് ഒന്നുമല്ല. പക്ഷെ കലയ്ക്ക് അങ്ങനെ ഷേപ്പൊന്നുമില്ല. തീർച്ചയായിട്ടും. ഈ എൻജോയ് മീ ചെയ്യുന്ന സ്ഥലത്ത് പലതരത്തിൽ രാഷ്ട്രീയ മാനങ്ങളുണ്ടെന്ന് പറയും പോലെ അതിനകത്ത് ഉപയോഗിക്കുന്ന ഡ്രംസൊക്കെ ആദിമ വിഭാഗത്തിൻ്റെ ഒരു പറയരുടെ പെരുമ്പറ തന്നെ, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ളൊരു ഇൻസ്ട്രുമെൻ്റ് തന്നെ ഉപയോഗിക്കുന്നതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ വേടൻ്റെ പാട്ട് മഞ്ഞുമേൽ ബോയ്സിൽ വരുമ്പോൾ ആധുനിക ഇൻസ്ട്രുമെൻറ്റ്സ് കൂടെ ഉപയോഗിക്കുന്ന രീതിയിൽ വേടൻ്റെ രാഷ്ട്രീയം കുറേ കൂടെ ബ്രോഡ് ആവുകയാണ്. എന്ന് വെച്ചാൽ കുറേ സ്ഥലത്തൂടെ എത്തുകയാണ്. അങ്ങനെ തന്നെ ചിന്തിക്കേണ്ട, നമ്മൾ കുറേ കൂടെ ആൾക്കാരിലേക്ക് എത്തുകയാണെന്നുള്ള അർത്ഥത്തിൽ അത് പോസിറ്റീവായിട്ട് കാണണം. എന്നാൽ ഈ പറയുന്ന രീതിയിലുള്ള കൃത്യമായ രാഷ്ട്രീയമുള്ള മറ്റൊരു പാട്ട് നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഉപയോഗത്തെക്കുറിച്ച് കുറച്ചുകൂടെ പോപ്പുലാരിറ്റി കിട്ടുന്നത് നല്ലതാണോ? എങ്ങനെയാണ് വേടൻ അതിനെ നോക്കിക്കാണുന്നത്? ഇവിടെയുള്ള ചേട്ടൻ പറഞ്ഞ മാതിരി പഞ്ചാമയ്ക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബേസിക് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം പറയും. അതിനിങ്ങനെ ഒരു വാക്ക് പറയും, തോൽക്കരുവികളിൻ തായ് എന്നാണ് പറയുന്നത്. പറയാം, അതായത് തൊലി ഉപയോഗിച്ചിട്ടുള്ള വാദ്യോപകരണങ്ങളുടെ അമ്മയാണ് പറയും എന്ന് പറയും. പറയും ഭയങ്കര വേൾഡ് വൈഡ് മ്യൂസിക്കാണ്. പറയടിച്ച ഡാൻസ് കളിക്കാത്ത ആരാളെ. അപ്പൊ പറയ് ഭയങ്കര വേൾഡ് വൈഡ് മ്യൂസിക്കാണ്. എൻ്റെ സംഗീതത്തിനകത്ത് പറയ് ഉപയോഗിക്കണം. എനിക്കറിയാം പറയടിക്കാൻ, ചെറുതായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ സംഗീതം ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ന്യൂജൻ മ്യൂസിക്കാണ്. എപ്പോഴും പുതിയ കാര്യങ്ങൾ, പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരിക എന്നുള്ള സാധനമാണ്. അതിനകത്ത് നമ്മൾ പഴയ ഇൻസ്ട്രുമെന്റ്സും ഒക്കെ ഇട്ട് പുതിയ രീതിയിലേക്ക് അതിനെ മാറ്റിയിട്ട് ഇറക്കുന്നു. പുതിയ ആൾക്കാർക്ക് അത് കേൾപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ. മ്യൂസിക് ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നില്ല. മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് പറയ പോലെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒന്നും, പറയൊക്കെ അടിക്കണായിട്ട് ആർക്കെങ്കിലും വെറുതെ ഇരിക്കാൻ തോന്നുന്നു? സീരിയസ്ലി ആരും തുള്ളിപ്പോവും. പറയൊക്കെ അടിക്കണായിട്ട് കഴിഞ്ഞാൽ വികലാംഗം വരെ ചെയ്യുന്ന ഡാൻസ് കളിക്കും. പറയ്ക്ക് അതിനുള്ള എനർജി ഉണ്ട്. എൻ്റെയും ഒരു പഴയ തമിഴ് ഇൻസ്ട്രുമെന്റ്സുകൾ, നമ്മുടെ ആദിക്കൂടിയുള്ള ഇൻസ്ട്രുമെന്റ്സുകൾ റാപ്പിലൂടെ പുതിയ സംഗീതത്തിലൂടെ പുറത്ത് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിലൂടെ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ പുതിയ സംഗീതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ ഒരു വലിയ ഒരു ഇത് കൊണ്ടുവരും. നമുക്ക് വലിയൊരു ബാനറിലേക്കാണ് നമ്മളത് എത്തിക്കുന്നത്. നമ്മൾ അതിനകത്ത് പറയും കൊണ്ടുവരാൻ പറ്റും. പറയും കോകിലും തപ്പും എല്ലാം അതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. ആർട്ട് ഭയങ്കര ഷേപ്പ്ലെസ് ആണ്. ആർട്ടിനകത്ത് എന്തും കൊണ്ടുവരാൻ പറ്റും.